ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ടപ്പോൾ ഗോസ്റ്റ് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഫൈനൽ വേർട്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇപ്പം നമുക്ക് പുതിയ സ്റ്റോറി ഇട്ട് പോവാം. ഹായ് ഫ്രണ്ട്സ്, ഡ്രീം സ്റ്റോറി കിങ് ലവ് സ്റ്റോറി ഡ്രീം സ്റ്റോറീസ് കിങ് ലവ്. ഓക്കെ, നമുക്ക് സ്റ്റോറി ഇട്ട് പോവാം. എടീ ഏത് മുംതാസ് പോയോ? ഇല്ലടി, നമുക്ക് ഫാത്തിമ. എനിക്ക് കോളേജിൽ പോകാൻ കുറച്ച് പേടിയാണ്. എന്തടി കോളേജിൽ പോകാൻ പേടിയാവോ? അതെടി, നിറയെ ബോയ്സ് ബുള്ളിങ് ചെയ്യടി, അതുകൊണ്ട് ടെൻഷനാവടി. അടിപ്പാവി, കോളേജ് പോകും ടെൻഷനായാവോ? ടെൻഷൻ എന്താക്കണ്ടടി, നമുക്ക് പോകാം. ശരി, അങ്ങനെ ഹീറോയും കോളേജിലേക്ക് പോയി വന്നു. കിടന്ന് ഉറങ്ങാൻ പോകാൻ ഫോൺ നോക്കാൻ തുടങ്ങി. അതിൽ വീൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഹായ് ബി, ലവ് യു ബി ബി എന്ന് ഹീറോയി പറയുന്നത്. നീ എത്ര ക്യൂട്ടായിട്ടുണ്ടോ. അതുമാത്രമല്ലടാ, എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് ക്രഷ്. അതുമാത്രമല്ല, എനിക്ക് റിയൽ ലൈഫിൽ എന്നെ കാണാൻ പറ്റില്ല. ഒരു ഡ്രീം അന്ന് കണ്ടെന്നുണ്ടായിരുന്നു. റിയൽ ഡ്രീമിൽ നമ്മൾ രണ്ടുപേർ മാരേജ് കഴിഞ്ഞ് ഹാപ്പി ഉണ്ടായിരുന്നു, സന്തോഷമാവില്ലേ എന്ന് ഹീറോയി ഒരുപാട് പറഞ്ഞു. ഒരു ഫോൺ വന്നു. ഓ ഹലോ ഫാത്തിമ, എന്തടി? നിനക്കൊരു കഥ കിട്ടിയിട്ടുണ്ടടി, ഞാനത് അയക്കാം. അത് നീ അയച്ചുടി, നീ നോക്ക്. കഥ അയച്ചുന്നാ? കഥ വയ്ക്കാൻ നമുക്ക് കഥൻ്റെ അകത്ത് പോവാം. കഥ ഹീറോയി തുറന്നു നോക്കൂ. വാവ്, സ്റ്റോറി സൂപ്പറാണ്. നമുക്ക് സ്റ്റോറി ഇട്ട് പോവാം. അതെ, ആ കഥയിൽ നമുക്ക് ഹീറോ ഡ്രീം കാണാൻ വീനെ വെച്ച് കഥ ഹീറോയായിട്ട് അഭിനയിക്കാം. നമുക്ക് സ്റ്റോറി ആയിട്ട് പോവാം. നല്ലൊരു കഥയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയും ഭയങ്കര വാവ് ഈ പ്ലേസ് സൂപ്പറായിട്ടുണ്ടല്ലേ. അതിൽ ഹീറോയി ഒരു ടൈം ട്രാവൽ ലവ് സ്റ്റോറിയാണ്. അങ്ങനെ ഹീറോയി ആ ടൈം ട്രാവലായിട്ട് പോയി. അങ്ങനെയായിട്ട് ഹീറോയി ആ പ്ലേസിലെ ഫോട്ടോ എടുക്കായിരുന്നു. ഹീറോയി ടൈം ട്രാവൽ എങ്ങനെ നടന്നു പറഞ്ഞാൽ, ഹീറോയ്ക്ക് ഒരു മുത്തശ്ശൻ ഒരു ഇത് കൊടുത്തു, ക്യാമറ കൊടുത്തു. ബാഗിൽ നിറയെ ഫുഡ് എല്ലാം ഉണ്ടായിരുന്നു. ഹീറോയ്ക്കൊരു ഒരു ക്യാമറയും കൊടുത്തിരുന്നു. അതൊരു മാജിക് ക്യാമറ മതി, അങ്ങനെ ചാർജ് തീരുമില്ലായിരുന്നു. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞ നീ പോയിക്കോ. പിന്നെ മുത്തശ്ശൻ ഇത് കൊടുത്തു, ഒരു ബ്രേസ്ലെറ്റ്, ആ മാലയും കൊടുത്തു. അത് ഇട്ടാൽ ഹീറോയി ടൈം ട്രാവലായത്. അങ്ങനെ കുറേ ബാറ്ററി ഉണ്ടായിരുന്നു ഹീറോയിൻ്റെ. അങ്ങനെ രാജാവിൻ്റെ കാലത്തിൽ ഹീറോയി പോയി. അങ്ങനെ ഫോട്ടോസ് എല്ലാം ഭയങ്കര ടിക്ക് എടുക്കാൻ തുടങ്ങി. പിന്നെ ക്യാമറ ഓഫ് ചെയ്തു. പിന്നെ ആ പ്ലേസിലൊക്കെ കറങ്ങാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഹീറോ അവിടെ നിന്ന് വരാൻ തുടങ്ങി. ഹീറോയിൻ്റെ കയ്യിൽ വൈറ്റ് ടൈഗർ ഉണ്ടായിരുന്നു. ആ ടൈഗർ കൂടെ വരാൻ തുടങ്ങി. നല്ല മാസ്ക് കൂട്ടി ഇങ്ങനെ കിങ് പ്രിൻസാണ്. ഇങ്ങനെ നടന്നുകൊണ്ട് വരാൻ തുടങ്ങി. ഹീറോയിൻ ഇങ്ങനെ ആ പ്ലേസൊക്കെ വരാൻ എല്ലാവരും ഹീറോയിനെ വ്യത്യാസമായി നോക്കാൻ തുടങ്ങിയായിരുന്നു ഹീറോയിനെ. അങ്ങനെ ഹീറോയി പറയാൻ തുടങ്ങി, ഞാനൊരാളാണ് വ്യത്യാസമുള്ളൂ, ഞാനൊരു വേറെ പ്ലേസിൽ വന്നതാണ്. ഹീറോയി പറയാൻ തുടങ്ങിയായിരുന്നു. ഹീറോയി തലക്ക് ഷോൾ ഇട്ടായിരുന്നു. ഇവളെ ഏത് നാട്ടുകാരിയാണെന്നും അറിയില്ലായിരുന്നു. അങ്ങനെ വീണവ ഹീറോയിൻ നോക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് പിടിക്കാൻ തുടങ്ങി. ഇത് കാണാൻ കിങ് ടയാൻ മാതിരി ഉണ്ടല്ലോ. അങ്ങനെ പോകാൻ തുടങ്ങി. ഇവിടെ ഒരു മുത്തശ്ശൻ ഉണ്ടായിരുന്നു. മുത്തശ്ശൻ പെട്ടെന്ന് മയങ്ങി വീണ്. ഹീറോയി ഓടിപ്പോയി നോക്കി. ഹീറോയിൻ നല്ല ഫസ്റ്റ് കോളേജിൽ പഠിക്കാനും, അതുമാത്രമല്ല കോളേജ് പറഞ്ഞാൽ മെഡിസിനാണ് ഹീറോയി പഠിക്കുന്നത്. ഡോക്ടർ പഠിക്കുന്നതായിരുന്നു ഹീറോയിൻ, മെഡിസിൻ അത് പഠിക്കാണ് ഹീറോയി. അങ്ങനെ ഹീറോയി ഓടിപ്പോയി നോക്കി എന്ത് പറ്റി ഇയാൾക്ക്. ഹീറോയിൻ കാര്യം ഡോക്ടർ പഠിക്കുന്ന മാതിരി. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞാൽ ഹീറോയി ഡോക്ടർ ആകാൻ പോകുന്നത്. ഒരു വർഷമല്ല, ഇങ്ങനെ പഠിച്ചത് ഗ്രാജുവേറ്റായി. അതുകൊണ്ട് ഹീറോയി അതെടുത്തത് ഇങ്ങനെ ഹാർട്ട് വെച്ച് കാതൊക്കെ ചെയ്ത് ഇതെന്താ സാധനം എല്ലാവരും കേൾക്കാൻ തുടങ്ങി. പേടിക്കേണ്ട ഒന്നുമില്ല, ഞാൻ നോക്കാൻ. ഒരാളവിടെ വീണായിരുന്നു. അല്ല ചെക്കൊക്കെ നോക്കി. ഓ, ഇതാണ് പ്രശ്നം. ഓ ശരി, ഓക്കെ. നിങ്ങളെല്ലാവരും വാ, ഇവരെ പിടിച്ചോ ഒരു റൂമിനകത്ത്. അങ്ങനെ അകത്തെടുത്തുകൊണ്ട് പോയിക്കോ. അങ്ങനെ ഹീറോയി എടുത്തുകൊണ്ട് പോയി ചെക്ക് ചെയ്തു. ഓക്കെ, ശരി, ഓക്കെ. അങ്ങനെ ഹീറോയി എന്ത് ചെയ്തു പറഞ്ഞാൽ, ഹീറോയിൻ്റെ കയ്യിൽ ഒരു മെഡിസിൻ, ഒരു 4 ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. അതെടുത്ത് ഹീറോയി ഓക്കെ ഇങ്ങനെ ഹീറോയി എടുത്തിട്ട് അത് എടുത്തിട്ട് അയാളെ ബായ്ക്ക് ഇടാം. അയാൾ കുറച്ച് കുറച്ച് മാത്രമേ ഇങ്ങനെ കൊടുത്തവർക്ക് അവരോട് ചെപ്പോൾ മാത്രമേ കൊടുത്തു. ഇത് കഴിച്ചോ, ഇതെല്ലാം കഴിച്ചോ, നിങ്ങൾക്ക് അസുഖമെല്ലാം മാറും എന്ന് ഹീറോയി പറഞ്ഞു. അങ്ങനെ ആ മാത്രം കുടിച്ചാൽ പിന്നെ അയാൾ ശരിയായിരുന്നു. അങ്ങനെ ആ ഡോസ് മാത്രമേ ഇങ്ങനെ മയങ്ങിയപ്പോൾ മാത്രമേ കുറച്ച് കൊടുത്തതിന് കുറച്ച് ഉണർന്ന് ഇഞ്ചക്ഷനും കുത്തിയായിരുന്നു ഹീറോയിൻ. കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു തൂസി. അത് ബോധത്തിൽ എണിച്ചായിരുന്നു ഹീറോയിൻ. കുത്തിയും കൊണ്ട് എണിച്ചായിരുന്നു അതിൽ.
അവരെല്ലാം പേടിച്ചായിരുന്നു, ഇതെന്ത് കുത്തിയത്, ഒന്നും പേടിക്കേണ്ട, അത് ഒന്നുമില്ല, സാരമില്ല എന്ന് ഹീറോയി പറഞ്ഞു. അങ്ങനെ കൊണ്ട് മാത്രമല്ല അവർക്ക് കൊടുത്തു. ശരി ഓക്കെ, ഇത് നിങ്ങൾ കഴിച്ചോ, ഇതിൽ നിങ്ങളുടെ അസുഖമെല്ലാം ഗുണമാവും, നിങ്ങൾക്ക് ഒരു പ്രശ്നവും എന്ന് ഹീറോയി പറഞ്ഞു. ശരിപ്പാ എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ തൂസി ഓൾറെഡി ഉണ്ടായിരുന്നു. അത് പറഞ്ഞ തൂസി പറഞ്ഞ ഹീറോയി കയ്യിലുണ്ടായിരുന്നു. അത് മാത്രമേ പറഞ്ഞ അത് ഹീറോയി കൊടുക്കുന്നതായിരുന്നു. അങ്ങനെ അത് വേറെ ആൾക്ക് കൊണ്ടുവന്നതായിരുന്നു ഹീറോയി. അതുകൊണ്ട് 2 തൂസി കൊണ്ടുവന്നു, സ്ഥലം 2 തൂസി കൊണ്ടു. എന്ത് ഒരു പ്രശ്നമായ ബോക്സിൽ എന്ത് പ്രശ്നമായ ഹീറോയി എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുക, അതുകൊണ്ടാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് അങ്ങനെയായിട്ട് ഹീറോയി കൊണ ചെയ്തത്. അതുകൊണ്ട് അവർക്ക് സന്തോഷമായിട്ട് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ വന്നത് വേറെ പ്ലേസ് പ്ലാനറ്റിൽ വന്നതാണ്, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഹീറോയി പറയായിരുന്നു. ഹീറോയ്ക്ക് പറയാം, ഹീറോയി പറയാൻ പറ്റില്ലല്ലോ, ഹീറോയിനെ എന്ത് ചെയ്യുമോ ഏത് ചെയ്യുമോ അറിയില്ലായിരുന്നു ഹീറോയി. അങ്ങനെ ഞാനൊരു ഡോക്ടർ പഠിക്കുകയാണ് പറഞ്ഞായിരുന്നു ഹീറോയി. മെഡിസിൻ ഇപ്പം ഞാൻ പഠിച്ചവനുള്ളതാണ്, ഡോക്ടർ പഠിക്കുകയാണ് ഞങ്ങളെല്ലാവരും. ഇത് കുറച്ചാണുള്ളത്, ഇതിനായിട്ടും വെളിയിൽ ഞങ്ങൾ പഠിക്കുകയാണെന്ന് ഹീറോയി പറയാൻ തുടങ്ങി. ശരിപ്പാ എന്ന്, ഒരുപാട് നന്ദിയുണ്ട്, ഞാൻ കുറച്ച് ഡോക്ടറാണെന്ന് പറഞ്ഞായിരുന്നു. ശരിപ്പാ എന്ന് പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. ശരി ഓക്കെ ഹീറോയിനുണ്ട്. പിന്നെ അവൾക്ക് ശരി അവളവിടുന്ന് പോയി, അവിടുന്ന് മറിഞ്ഞു പോയി. ഇപ്പോൾ റിയൽ ലൈഫൊക്കെ വന്ന് വാവ്, ഇതൊരു ഡ്രീം മാതിരിയായിരുന്നു, അങ്ങനെ ഡ്രീം മാതിരിയായിരുന്നു എന്ന് ഹീറോയി പറഞ്ഞു ഉണര്. അപ്പോൾ എന്തൊരു സംഭവം, ഹീറോയി ഷോക്കായി. എന്താ ഞാൻ റിയൽ പോയതാണോ? അതെ, ഹീറോയിൻ്റെ ഡ്രസ്സ് എല്ലാം ഗെട്ടപ്പല്ല ഹീറോയി ഡ്രസ്സ് പറഞ്ഞാൽ അതേ അതേ ഡ്രസ്സാണ് ഇട്ടത്. ഹീറോയിൻ്റെ ബാഗ് പറഞ്ഞാൽ ഹീറോയി ബാഗ് ഇട്ടായിരുന്നു. കുറച്ച് ടയർഡായി മയങ്ങി വീണായിരുന്നു ഉറങ്ങിയത്. ബാഗ് ഓൾറെഡി അടുത്തുള്ള ബാഗാണ്. ഹീറോയി എന്ത് സാധനം വേണ്ടി അവിടേക്ക് മാത്രം കൊണ്ടുപോവുക, അതൊരു മാതിരി. അങ്ങനെ ഹീറോയിൻ്റെ അടുത്ത് ഒരു കുട്ടി വന്നു. ഹലോ ഹായ്, എന്താ? അതെ, ഞാനാണ് നിങ്ങൾക്ക് ഏൽപ്പിച്ചത്, നിങ്ങളെ ബാഗ് അടുത്തുണ്ടായിരുന്നു, നീ ക്യൂട്ടായിട്ടുണ്ടല്ലേ. എൻ്റെ പേര് മിയ, അവളുടെ പോയി നീ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം, അതുമാത്രമല്ല എൻ്റെ ഗോഡ് ഫാദർ പറഞ്ഞതാ നീ അവിടേക്ക് പോയിട്ട് വാ, ടാസ്കെല്ലാം ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് ആ കുട്ടി പറഞ്ഞു. ഗോഡ് ഫാദർ വന്നു, അതായത് താഴെ പറയാൻ തുടങ്ങി, ഞാനൊരു ഗോഡ് ഫാദർ, നീ പോയിട്ട് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു.